കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം മാംസവും രക്തവുമായി, ആ വചനം കന്യകയായ മറിയത്തിന്റെ ഉദരത്തിൽ രൂപാന്തരം പ്രാപിച്ചു, ആ വചനം ഭൂമിയിൽ മനുഷ്യപുത്രനായി ജനിച്ചു, ആ വചനം ഭൂമിയിൽ ദൈവപുത്രനായി ജീവിച്ചു. 33.5 വർഷക്കാലം പാപികളായ നമുക്കോരോരുത്തർക്ക് വേണ്ടി ജീവിച്ച ആ വചനം കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. ആ വചനം കാൽവരി കുരിശിൽ തറയ്ക്കപ്പെട്ടു. ആ വചനം നമുക്ക് വേണ്ടി ബലിയാടായി. തന്റെ ചങ്കിലെ ചോര നമുക്ക് വേണ്ടി ഒഴുക്കി. സകല പാപത്തിനും പരിഹാരകനായി എന്റെ യേശു കർത്താവ്, നമ്മുടെ യേശു കർത്താവ് കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി. ആ കർത്താവ് സ്വർഗസ്ഥനായ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ച് കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്ന് നീ ഹൃദയം കൊണ്ട് ഏറ്റുപറയുക. കർത്താവായ യേശു ക്രിസ്തുവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും നീ ഏറ്റുപറയുക. സ്നേഹിക്കുക, വിശ്വസിക്കുക. വിശ്വസിക്കുന്നവൻ എന്റെ കർത്താവിന്റെ മഹത്വം കാണും. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു കർത്താവ് നമ്മളെ വിധിക്കുന്നു, ന്യായം വിധിക്കുന്നു, നീതിമാനെ നീതി വിധിക്കുന്നു, ദുഷ്ടന് തക്ക പ്രതിഫലം കൊടുക്കുന്നു. അതെ, ആ വചനം കർത്താവായ യേശു ക്രിസ്തുവാകുന്ന വചനം, ത്രിയേക ദൈവമാകുന്ന കർത്താവായ യേശു ക്രിസ്തു, ആ പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക സത്യ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവെന്ന് ഏറ്റുപറയുക. യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം രക്ഷകൻ.